ജന്മിമാരുടെ കൃഷിയിടങ്ങളിൽ രാപ്പകൽ വിശ്രമമില്ലാതെ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട കീഴാള്. പണി കഴിഞ്ഞു വരുമ്പോൾ മണ്ണിൽ കുഴികുത്തി അതിൽ വെച്ച ഇലയിൽ വിളമ്പിക്കൊടുക്കുന്ന അല്പഭക്ഷണം മാത്രം കഴിക്കുക. പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമില്ല. രോഗം വന്നാൽ ചികിത്സയില്ല. എന്തിന്, നേരെ വസ്ത്രം ധരിക്കാൻ പോലുമുള്ള അവകാശമില്ല. ഇങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ കണ്ണീരും വിയർപ്പും കുതിർന്ന മണ്ണിലാണ് 1863 ഓഗസ്റ്റ് 18 അയ്യങ്കാളി ജനിച്ചത്. അയ്യൻകാളി ജനിച്ച വെങ്ങാനൂർ എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തിരുവനന്തപുരം ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായ വെങ്ങാനൂരാണിത്. ഈ വെങ്ങാനൂരിൽ പെരിങ്ങാട്ടുവിള എന്ന കുടുംബ വീട്ടിലാണ് അയ്യൻകാളി ജനിച്ചത്. ആ പെരിങ്ങാട്ടുവിള എന്ന കുടുംബ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കുടുംബത്തിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളായ അയ്യന്റെയും മാലയുടെയും മകനായ കാളിയാണ് പിന്നീട് അയ്യൻകാളിയായി മാറിയത്. എഴുത്തും വായനയും നിഷേധിക്കപ്പെട്ട അധസ്ഥിത വർഗക്കാർക്ക് അന്ന് നിലമുഴുന്ന കന്നിന്റെ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂവുടമകളുടെ അറകൾ നിറയ്ക്കുക എന്നതാണ് തങ്ങളുടെ ജന്മനിയോഗം എന്ന് വിശ്വസിച്ചിരുന്ന ഈ വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യൻകാളി. ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ ഭാഗമായി കീഴാള സ്ത്രീകൾ മാറുമറച്ചുകൂടാ എന്നൊരു വിചിത്ര നിയമം അക്കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. ഐത്താചാരത്തിന്റെ ക്രൂരത മൂലം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ബഹിഷ്കൃതരായിരുന്ന പുലയ പറയ സമുദായങ്ങളെ അയ്യൻകാളി സംഘടിപ്പിച്ചു. സ്ത്രീകൾ മുലക്കച്ച അണിഞ്ഞു നടക്കാൻ ആഹ്വാനം ചെയ്തു. അടിമത്തത്തിന്റെ അടയാളമായ കല്ലുമാലയും വലിച്ചെറിഞ്ഞ് ജന്മിമാരുടെ തടിമിടുക്കിനെ നേരിടാൻ ഒരു സംഘം യുവാക്കളെ സംഘടിപ്പിക്കുകയും കായിക പരിശീലനം നൽകി അവരെ സജ്ജരാക്കുകയും ചെയ്തു. അധികാരത്തിന്റെ പ്രൗഢി പ്രദർശിപ്പിച്ച് ഗർവോടെ വില്ലുവണ്ടിയിൽ സഞ്ചരിക്കുന്ന പ്രമാണിമാരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അയ്യൻകാളി തീരുമാനിച്ചു. മേൽമുണ്ടും തലപ്പാവും ധരിച്ച് കാളവണ്ടിയിൽ ബാലരാമപുരത്തെ പൊതുവഴിയിലൂടെയുള്ള ആ യാത്ര നൂറ്റാണ്ടുകളായി മർദ്ദനമേൽക്കുന്ന ഒരടിയാളവർഗത്തിന്റെ ഹൃദയങ്ങളിലേക്കായിരുന്നു. ആവേശഭരിതരായി അകമ്പടി സേവിച്ച ആയിരങ്ങൾ അദ്ദേഹത്തെ അയ്യൻകാളി യജമാനൻ എന്ന് വിളിച്ചു തുടങ്ങി. ഒരു കാലഘട്ടത്തിലെ ഇരുണ്ട വഴിത്താരയിൽ തന്റേതായ രീതിയിൽ വെളിച്ചം പകരാൻ ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യൻകാളി. മേലാള ആധിപത്യവും കീഴാള അടിമത്വവും കണ്ടും അനുഭവിച്ചും മരവിച്ച ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ധീരമായ കാലുവയ്പ്പുകൾ, സംരംഭങ്ങൾ ഇവയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ആൻഡ് പ്രൊഫസർ ശ്രീ ടി പി ശങ്കരൻകുട്ടി നായർ സർ. നമസ്കാരം. നമസ്കാരം. വളരെ ശോചനീയമായ ഒരു അന്തരീക്ഷത്തിൽ, അതായത് ഈ കീഴാളന്മാർക്ക് ഒരു സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി? അത് അയ്യങ്കാളി ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. അന്നൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം, കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ളത്, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രങ്ങളിൽ പോകുന്നതിനുള്ള, സ്വർണം ധരിക്കാൻ പോലും വയ്യ, എന്തിന് വസ്ത്രം ധരിക്കാൻ പോലും വയ്യ. അപ്പോൾ 64 അടി ഡിസ്റ്റൻസ് പൊല്യൂഷൻ പുലയർക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു നമ്പൂതിരി കണ്ടാൽ മതി പുലയന് എന്താ പണിഷ്മെന്റ് കിട്ടണമെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു കാടത്തമായ സംസ്കാരമാണ് അന്ന് നിലനിന്നത്. അതിലെ ഒരു പ്രതിനിധിയാണ് അയ്യങ്കാളി. അതുകൊണ്ട് അയ്യങ്കാളിക്ക് ഇത് ആരും പഠിപ്പിക്കാതെ തന്നെ അദ്ദേഹം നിരക്ഷരനായിരുന്നു. വെങ്ങാനൂരിൽ ജനിച്ച് വളർന്ന് ഇത്രയൊക്കെ ആയി എങ്കിലും അദ്ദേഹം നിരക്ഷരനായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ പോലും പറഞ്ഞത് എൻ്റെ സമുദായത്തിൽ നിന്നൊരു 10-12 ഗ്രാജുവേറ്റ്സിനെ സൃഷ്ടിച്ചിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന്. അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലാണ് അയ്യങ്കാളി വളർന്നു വന്ന് സ്വന്തം കഴിവുകൊണ്ട് ഒരു വിദ്യാഭ്യാസമല്ല, ഒറ്റയ്ക്ക് ഇറ്റ് വാസ് എ വൺ മാൻ ഷോ. ഈ 77 വർഷക്കാലവും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതി ഈ നിലയിൽ എത്തിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ ജന്മിത്ത വ്യവസായം കുടുകുത്തി വാഴുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെ ആ ഒരു ധൈര്യം ഈ അധസ്ഥിത വർഗക്കാർക്കുണ്ടായി? അദ്ദേഹത്തിന്റെ തിയറി ഞാൻ മനസ്സിലാക്കിയിടത്തോളം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതായത് അദ്ദേഹത്തിന് മാതൃക ആരുമില്ല. അത് ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കി, അധികാരികൾക്ക് പരാതി കൊടുത്തത് കൊണ്ടോ പോലീസിൽ കേസ് കൊടുത്തത് കൊണ്ടോ ഒന്നും നേടാൻ പോണില്ല. നമ്മൾ സ്വയം ആർജിക്കണം. ആ ആർജവം കൊണ്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് സവർണരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു വില്ലുവണ്ടി വാങ്ങിയിട്ട് നമ്പൂതിരിമാരും
രാജാക്കന്മാരും പോകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വില്ലുവണ്ടിയിൽ ആദ്യമായിട്ട് യാത്ര. തടയുന്നെങ്കിൽ അവനെ വെട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അത്രയ്ക്കുള്ള ധൈര്യമാണ്. അതിന് ധൈര്യത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? അതായത് മേൽമുണ്ടും തലപ്പാവും ധരിച്ച് ബാലരാമപുരത്തേക്ക് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിലൂടെ എന്തായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചത്? അല്ല, അന്നത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ ഞാൻ മാറ്റിമറിക്കും എന്നുള്ളതിൻ്റെ വാണിംഗാണ്. ആരെതിർത്താലും, നായരെ എതിർത്താലും നമ്പൂതിരി എതിർത്താലും അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ രണ്ട് കാര്യമുണ്ട്. വില്ലുവണ്ടി അന്ന് നമ്പൂതിരിമാർക്കും രാജാക്കന്മാർക്കും ഉപയോഗിക്കാവും. പിന്നെ മെയിൻ റോഡിൽ കൂടി പോവുക. ബ്രാഹ്മണന്മാരെ നമ്പൂതിരിമാർ വരുമ്പോൾ പുലയനായ അയ്യങ്കാളി മാറി നിൽക്കണം. അത് മാറി നിന്നില്ല. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്, രണ്ട് നേട്ടമാണ് അദ്ദേഹം കൊയ്തെടുക്കാൻ ശ്രമിച്ചത് ഈ 30-ാം വയസ്സിൽ. അത്രയ്ക്ക് ധൈര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ഇത് ആ കാലത്തിൻ്റെ നിയോഗം എന്നേ ഞാൻ പറയുള്ളൂ. ആ നിയോഗം അനുസരിച്ച് പ്രവർത്തിച്ച മഹാനുഭാവനായിരുന്നു. ജന്മിമാരെ എതിർക്കുന്നതിന് വേണ്ടി യുവാക്കൾക്ക് കായിക പരിശീലനം നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധ വെച്ചിരുന്നു. കായിക പരിശീലനം ഇപ്പോൾ ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കണം. ആ നിലയിലാണ് അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതും യുവാക്കളെ ആ നിലയിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ നേരത്തെ കല്ലുമാലയുടെ കാര്യം പറഞ്ഞല്ലോ, അതുവരെ നമുക്ക് അധസ്ഥിത വർഗ്ഗക്കാർക്ക് സ്വർണ്ണാഭരണങ്ങളോ വെള്ളി പോലും ഉപയോഗിച്ചോളൂ. അപ്പോൾ അതിന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെ പരാതിപ്പെടുകയോ ഒന്നും ചെയ്തില്ല. മഹാരാജ ശ്രീമൂലം തിരുനാളോ ഒന്നും കൊടുത്തില്ല. നേരെ അദ്ദേഹം കൊല്ലത്ത് അന്നത്തെ ഹരിജൻ സേവക് സംഘിൻ്റെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു, സെക്രട്ടറി ഗാന്ധി എൻ ജി രാമേന്ദ്രൻ, ഇവർ രണ്ടുപേരുടെ അധ്യക്ഷതയിൽ ഒരു മഹാസമ്മേളനം കൊല്ലത്ത് വെച്ച് നടത്തി. അതുകൊണ്ട് എല്ലാ ഹരിജനങ്ങളോടും പുലയരോടും പറയരോടും ഒക്കെ സ്വർണ്ണാഭരണം കൊണ്ടുവരാൻ പറഞ്ഞു. ഈ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അവർ ധരിച്ചിരുന്ന കല്ലുമാല വലിച്ചൊരു മൗണ്ടനായിട്ട് അവിടെ ഇട്ടിട്ട് ഈ സ്വർണ്ണാഭരണം ധരിപ്പിച്ചു. ആരുടെ നേതൃത്വത്തിലാണ്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെയും ജി രാമേന്ദ്രനെയും പോലെയുള്ള സവർണ നേതാക്കളുടെ. അത് ആരാണ്? അവർ ഹരിജൻ സേവക് സംഘിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാസമ്മേളനത്തിൽ വെച്ച് നിയമം ബ്രേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് എന്താ? ഞാൻ നിയമം ലംഘിച്ചാലും കാര്യങ്ങൾ നേടിയെടുക്കും. നമ്പൂതിരിക്ക് സ്വർണ്ണാഭരണം ധരിക്കാമെങ്കിൽ എൻ്റെ സമുദായത്തിലുള്ളവർക്കും അത് ധരിക്കാനുള്ള അവകാശം വേണം, ഞാൻ നേടിയെടുക്കും, തന്നില്ലെങ്കിൽ. ഇതിനെ തുടർന്നാണ് ഇടയ്ക്ക് പെരുന്നാട് കൊല്ലം ഭാഗത്തൊക്കെ പല ലഹളകളൊക്കെ നടക്കുകയുണ്ടായി. പക്ഷേ ഈ ലഹളകളെയൊക്കെ അദ്ദേഹം നേരിട്ട് അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളെ തയ്യാറാക്കി നിർത്തുകയും അടിക്കടി, ഈജിപ്ഷ്യൻ മെത്തേഡാണ് അടിക്കടി, കണ്ണിന് കണ്ണ് അടിക്കടി എന്നുള്ള മെത്തേഡാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? അത് ഈ കർഷക തൊഴിലാളി സമരത്തിന് ബേസിക് പണ്ട് മുതലേ ഇപ്പോൾ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പിട്ടത് മുതൽ മലബാറിൽ ഭൂമി കൃഷി ചെയ്തിരുന്നത് മുസ്ലിംസാണ്. പക്ഷേ ഉടമസ്ഥന്മാരെ നമ്പൂതിരി നായരും. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഇതേപോലെ തന്നെ ഭൂമി കൃഷി ചെയ്യുന്നത് പുലയരാണ്. ഈ 10% ഹിന്ദു പോപ്പുലേഷൻ 10% എന്ന് പറഞ്ഞതിൽ 9.5% കൃഷിക്കാരാണ്. പക്ഷേ അവർ കൃഷി ചെയ്തു കാലാകാലങ്ങൾ, എത്രയോ നൂറ്റാണ്ടായിട്ട് കൃഷി ചെയ്യുന്നു. പക്ഷേ 1 ഇഞ്ച് ഭൂമി പോലും സവർണ മേധാവികൾ, പ്രത്യേകിച്ച് നമ്പൂതിരിമാർ, പുലയർക്കോ പറയർക്കോ കൊടുത്തിരുന്നില്ല. അപ്പോൾ കൃഷി ചെയ്യാനുള്ള അവകാശം, കൃഷി ചെയ്ത് നെല്ല് കിട്ടിയാൽ അതിൽ എന്തെങ്കിലും കൊടുത്താൽ ഭാഗ്യം. അപ്പോൾ അവരോട് ജോലി ചെയ്യുക എന്നുള്ളൊരു മനോഭാവം, പകരം കഞ്ഞിയും പുഴുക്കും കൊടുക്കുമായിരിക്കും. അതോടെ അവരുടെ ഇടപാട് കഴിഞ്ഞു. ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന് എതിരായിട്ടുള്ള ആഞ്ഞടിക്കലാണ് അയ്യങ്കാളി ചെയ്തത്. വളരെയധികം ധർമ്മസമരങ്ങളിലൂടെ ആ ഒരു കാലഘട്ടത്തിൽ സാറ് പറഞ്ഞതുപോലെ ഒറ്റയാൾ പട്ടാളമായി നിലനിന്നുകൊണ്ടാണ് അദ്ദേഹം പല സമരങ്ങളും നയിച്ചത്. എന്നിട്ട് പോലും ഇത്രത്തോളം എല്ലാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും അദ്ദേഹത്തിന് അർഹമായ രീതിയിലുള്ള സ്മാരകങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടോ, ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഇത് സ്മാരകത്തിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സ്മരണ ഇടയ്ക്കിടയ്ക്ക് നാമമാത്രമായിട്ട് പുതുക്കാറുണ്ടെന്നുള്ളത്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം വരുമ്പോഴാണ്, അതിൻ്റെ വാർഷികം വരുമ്പോൾ പലപ്പോഴും അധികാരികൾ വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തും. അതുപോലെ വെങ്ങാനൂരും ഇടയ്ക്കിടയ്ക്ക് അവർ മീറ്റിങ്സൊക്കെ നടത്താറുണ്ട്. എന്നാലും മറ്റ് നേതാക്കന്മാർക്ക് ലഭിച്ചത്ര പ്രാധാന്യം അയ്യങ്കാളിക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇനിയും ലഭിച്ചിട്ടില്ല. ഒരു അനിഷേധ്യ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ അറിയാം, കുടുംബസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ കുടുംബം വെങ്ങാനൂർ തന്നെ, അത് ഈ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് കുടുംബത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കാര്യമായ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികളൊക്കെ കൂടുതലുണ്ടെങ്കിലും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് അവരുടെ അനന്തരാവകാശികൾ പലപ്പോഴും പറയാറ്. അച്ഛനെപ്പോഴും സമുദായത്തിൻ്റെ കാര്യത്തിലാണ്, ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല എന്നൊരു പരാതിയാണ്
ഞാൻ മനസ്സിലാക്കില്ല. ഞാനിവരെ പലരെയും വെങ്ങാനൂർ വെച്ച് കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നാട്ടിന് വേണ്ടി ജീവിച്ചു, പക്ഷേ നാട്ടുകാർ മറന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സമയപരിമിതി തന്നെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇപ്പോൾ 100 രൂപ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ അദ്ദേഹം ഈ സംഘടനയുടെയോ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചിലവാക്കിയുണ്ട്. വീട്ടിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും.